ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ VTS മാൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ നിന്നും. പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങളോട് അവഗണന. ബോർഡ് ബഹിഷ്കരിച്ച് പ്രതിഷേധവുമായി LDF അംഗങ്ങൾ. പാണ്ടിക്കാട് പഞ്ചായത്തിലാണ് സംഭവം. ഫണ്ടുകളൊന്നും നൽകാതെ അവഗണിച്ചു. LDF സിന്ദാബാദ്. പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഭരണസമിതി വഞ്ചിച്ച്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി വിഹിതത്തിൽ ഭരണപക്ഷ UDF അംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം അനുവദിക്കപ്പെട്ടപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം മാത്രമേ അനുവദിച്ചുള്ളൂവെന്നും പഞ്ചായത്ത് പരിപാടികളിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങളെ മാറ്റി നിർത്തുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് LDF അംഗങ്ങൾ ബോർഡ് യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത്. ഭരണപക്ഷ കോൺഗ്രസ് അംഗങ്ങളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെ തുടർന്ന് ലീഗ് അംഗങ്ങളും ബോർഡ് യോഗം ബഹിഷ്കരിച്ചതായി LDF അംഗം യൂനുസ് വടക്കൻ പങ്കുവച്ചു. വാർഡുകളായിട്ടുള്ള വാർഡുകൾ ജനങ്ങളോട് ചെയ്യുന്ന അവഗണനയാണ്. അതായത് വാർഡ് മെമ്പർമാരോടല്ല, ആ പ്രദേശത്തുള്ള ജനങ്ങളോട്, അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും, അവരോടുള്ള അവഗണനയാണ്. മറ്റു വാർഡുകളിലേക്ക് 8-8.5 ലക്ഷം പ്ലാൻ ഫണ്ട് കൊടുക്കുമ്പോൾ പ്രതിപക്ഷ വാർഡുകളിലേക്ക് 4 ലക്ഷത്തിൽ ഒതുങ്ങി വാർഡുകളെ പറ്റ അവഗണിച്ചുകൊണ്ടുള്ള സ്ഥിതിയാണെന്നുള്ളത്. അതേപോലെ തന്നെ ഇന്ന് ബോർഡിലേക്ക് ചെല്ലുമ്പോൾ ലീഗിൻ്റെ മെമ്പർമാരായിട്ടുള്ള ഒരാളും ആ ബോർഡ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റായ രീതിയിലുള്ളൊരു പോക്കാണ്. ഒറ്റയാൾ പഠനേട്ടം മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി പ്രതിഷേധിച്ചാണെന്ന് ഞങ്ങൾ ബോർഡ് ബഹിഷ്കരിച്ചത്. ഈ ബോർഡ് ബഹിഷ്കരിക്കാണ്ടായ സാഹചര്യം പദ്ധതി വിഹിതമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഞങ്ങൾ കത്ത് നൽകുകയും ഇതിൽ തീരുമാനം ഉണ്ടാവണമെന്ന് പറയുകയും തീരുമാനം ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നു. ഇന്നത്തെ ബോർഡിന് മുമ്പ് തന്നെ തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും അല്ല ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ബോർഡ് ബഹിഷ്കരിച്ച് പോരുകയുണ്ടായത്. ഇതിനെതിരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനിയും ഇതേപോലെ തുടർന്നു കഴിഞ്ഞാൽ മറ്റു നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വെറും 4 ലക്ഷം രൂപയാണ് ഒരു വാർഡിലേക്ക് വെച്ചിട്ടുള്ളത്. ഇവിടെ ഭരണപക്ഷത്തിൽപ്പെട്ട ആളുകളെ വാർഡുകളിലേക്ക് 8-8.5 ലക്ഷം 9 ലക്ഷം വരെയും നമ്മുടെ ഈ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് വെറും 4 ലക്ഷം രൂപയും തന്ന് അവഗണിച്ച ഈ ഒരു ഭരണസമിതിക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നല്ല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമായി അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി ഈ ഒരു 6 പേരാണെങ്കിൽ 6 പേര് മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ അറിയിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ന് പ്രതിഷേധിച്ച് ബോർഡ് മീറ്റിംഗിൽ നിന്നും ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. അംഗങ്ങളായ ഷബീബ് കോട്ടയിൽ, സുനീറ മമ്പാടൻ, മനീഷ, സഫിയ, ഷബ്ന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.